ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 4:50 ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം വല്ലതും നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ഹോസ്റ്റലിൻ്റെ മുകളിൽ വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ. രാവിലെ എണീറ്റത് നോമ്പ് പിടിക്കാൻ വേണ്ടി എണീറ്റാണ്. ഇന്ന് നമ്മുടെ 27 ആവായിരുന്നു. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് എണീറ്റുക. രാവിലെ എണീറ്റിട്ടുണ്ട്. 4:50 താഴേക്ക് നമ്മുടെ പാത്തുമൊക്കെ പോയിട്ടുണ്ട് ഫുഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ എടുത്തിട്ട് താഴേക്ക് പോകാമെന്ന് വെച്ച്. ഇന്ന് എടുക്കാൻ കാരണം വൈകുന്നേരം നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ഇന്നൊരു ഇഫ്താറിന് വിളിച്ചിട്ടുണ്ട്, അബ്ദുള്ള. അപ്പം നമുക്ക് ഇന്ന് അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇരുന്നത്. അപ്പോൾ അതെടുക്കാനുള്ള പ്ലാനിലാണ് രാവിലെ ഇതും കൂടി എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഗൈസ്, രാവിലെ ഞാൻ റെഡിയായി. ഇന്നപ്പോൾ ഇഫ്താറിന് പോകേണ്ടത് കൊണ്ട് നോമ്പുറയ്ക്ക് പോകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വൈറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ രാവിലെ ഇറങ്ങി ഓഫീസിൽ പോയിരുന്ന ഞാൻ പിന്നെ രാവിലെ നേരത്തെ ചെല്ലുന്നുണ്ട്. അവിടെ പോയിരുന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് അന്നത്തേക്കുള്ള Day 6 നമ്മുടെ യൂട്യൂബ് ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് 30 ഡേയ്സിൻ്റെ. അപ്പോൾ അത് എഡിറ്റ് ചെയ്തു. പിന്നെ ഓഫീസെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പം അർജുൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിത് അവോദിയിലെ ഒരു ടീമിലേക്കാണ് കേട്ടോ. സംഭവം ഒരു ഫാമിലി എന്ന് വേണം പറയാൻ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ആ ഒരു കണക്ഷൻ ഒന്നും പോയിട്ടില്ല. അപ്പോൾ എന്ന് കണ്ടാലും ഞങ്ങൾക്ക് കഥ പറയാനേ പറ്റുള്ളൂ, ആരെങ്ങനെ ഒരുമിച്ച് കണ്ടാലും. അപ്പോൾ നമ്മുടെ കാക്കനാടുള്ള തമാം റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടായിരുന്നു അബ്ദുള്ള എല്ലാം സെറ്റ് ചെയ്തിരുന്നത്. അവൻ ഇവിടത്തേക്ക് നമ്മളൊരു 25 പേർക്കുള്ള നോമ്പ് തുറ അവൻ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാനും അർജുനും ഓൾറെഡി നോമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നോമ്പ് അതിനിടയ്ക്ക് ഇത് കണ്ടു ഗൈസ്. ആ ഒരു 2 പിള്ളേർ അവിടെ നിന്ന് ടാറ്റ കാണിച്ചു. എനിക്ക് ആരാന്നറിയില്ല, ജസ്റ്റ് അവൻ നോട്ടീസ് ചെയ്തു. പക്ഷേ പിന്നെ അവരെ കണ്ടതുമില്ല. അവിടെ തിരിച്ചു നിന്നപ്പോൾ അവരെ ഓടിപ്പോയൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മുടെ തമാം റെസ്റ്റോറൻറ്റിലായിരുന്നു 25 പേർക്കുള്ള നോമ്പ് തുറ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനും അർജുനും നോമ്പ് പിടിച്ച് മുറിക്കാൻ പറ്റിയില്ല. 7 മണിയായി നോമ്പ് പിടിച്ചത് മുറിച്ചപ്പോൾ. കാരണം ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ വരാൻ ലേറ്റ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫാമിലി. നമ്മുടെ കുറേ മെമ്പേഴ്സൊന്നും ഇല്ല. അതിലിതേ ധവൻ എന്നെ കാണിക്കില്ലേ എന്ന് ഞാൻ വന്നപ്പോൾ പോലെ കിടന്ന് കാറുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവനെ പ്രത്യേകം കാണിച്ചിട്ടുണ്ട് ഗൈസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ. നമ്മുടെ സ്റ്റുഡൻസാണ് പകുതി. ബാക്കി അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നവൻ എൻ്റെ ഒരു എതിരാളിയാണ് എന്നവൻ പറയായിരുന്നു. ബിലാലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അവനൊരു യൂട്യൂബ് ഉണ്ട്, പക്ഷേ എൻ്റെ അത്രയൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. അങ്ങനെ ബിലാൽ, സ്നേഹ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ ടീംസ് ഇന്ന് ഇല്ല ഗൈസ്. അവരും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ഓഫീസ് ഗ്യാങ് അല്ലെങ്കിൽ കൊളീഗ്സ് ഗ്യാങ് ഒന്ന് സെറ്റ് ഫിനിഷ് ആവുകയുള്ളൂ. കുറേ പേര് വരാനുണ്ട്. ആദിത്യ, ജാസ്മിനും ചൈൽഡ് അബ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ചാനൽ റിപ്പോർട്ട് അടിച്ച് കൊന്ന് ഞാൻ പിച്ചി പറിച്ച് ആകെ നാശമാക്കിയിട്ട് വന്നേക്കുന്നത്. ഇവരൊക്കെ എൻ്റെ സ്റ്റുഡൻസാണ് കേട്ടോ. എൻ്റെ അല്ല, നമ്മുടെ ഫ്ലട്ടറിൻ്റെ ആയിരുന്നു ആദ്യത്തെ സ്റ്റുഡൻസാണ്. പക്ഷേ ഒരു പ്രത്യേക ഒരു കണക്ഷൻ ഇവരായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ ഒരു മിസ് എന്ന രീതിയിൽ ഇവർക്കെല്ലാം ഭയങ്കര കാര്യമായിരുന്നു. പക്ഷേ മിസ്സിനേക്കാൾ ഞാൻ എപ്പോഴും പറയുമല്ലോ, അവിടുത്തെ ഓരോ സ്റ്റുഡൻസും എനിക്ക് സ്വന്തം അനിയന്മാരെ പോലായിരുന്നു. അപ്പം ദിവൻ അവിടുന്ന് പിന്നെ ഓരോ ക്രോക്കറി കാണിക്കുകയായിരുന്നു. അവനവിടെ ഇരുന്നിട്ട് എനിക്ക് അവനെ ഓരോ വീഡിയോ കാണിക്കുമ്പോൾ എടുക്കാനേ തോന്നുള്ളൂ. പിന്നെ എബിൻ വന്നു, പിന്നെ നമ്മുടെ ജിൻഡോ അവൻ വന്നിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല, എടുത്തില്ലെന്ന് തോന്നുന്നു വീഡിയോ. അപ്പോൾ കുറേ പേര് അതിനിടയ്ക്ക് വിട്ടും വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് വെജിറ്റബിൾ നമ്മുടെ ക്രിസ്ത്യൻ നോമ്പുണ്ടായിരുന്നു ആദരിച്ചിക്കും എബിനൊക്കെ. അപ്പം അതുകൊണ്ട് അവർക്കുള്ള ഫുഡ് വാങ്ങാൻ വേണ്ടി സഹദും അബ്ദുള്ളയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് വന്നു. അതിനിടയ്ക്ക് മന്തി ടേസ്റ്റ് ചെയ്യാൻ പോയതാ ബിലാൽ കേട്ടോ. അങ്ങനെ മന്തി വന്ന് ലാസ്റ്റ് അത് ഫുഡ് കഴിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അബ്ദുള്ളയും സഹദും തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. കാരണം അവർക്കുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണെന്ന് തോന്നുന്നു വാങ്ങാൻ പോയത്. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി വരുന്നവരെ വെയിറ്റ് ചെയ്തു. പിന്നെ അതിനിടയ്ക്ക് ജിഷ്ണു ആണ് അവിടെ ഇരിക്കേണ്ടത്. ജിഷ്ണു അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊക്കെ ഞാൻ എന്തൊക്കെയോ കാണിച്ചു. എനിക്ക് ആകെ എന്തൊക്കെയാണ് ചെയ്യണമെങ്കിൽ എനിക്ക് കഥ പറയുന്നതിൻ്റെ സമയം തികയുന്നില്ലായിരുന്നു. ഈ ഫുഡ് കഴിക്കുന്നതിന് ഇടയ്ക്കൊക്കെ കൂടുതലും വിശേഷം പറച്ചിലായിരുന്നു. കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചെന്ന് അടിക്കുന്ന ടീച്ചേഴ്സാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളൊരു വല്ലാതെ അത് പിള്ളേർ അവിടെ നിന്ന് പറയുന്നു ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു അൺഎക്സ്പെക്റ്റഡ് ചിരിയാണ് ഗൈസ് അവിടെ കണ്ടത്. ഞാൻ ഒരു വീഡിയോ എടുത്തപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ചിരിച്ചതാണ്. അതെല്ലാം സ്റ്റുഡൻസാണ് കേട്ടോ. പിന്നെ നമ്മൾ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു, ഫുഡ് കഴിച്ചു. നേരെ അവിടെ നിന്ന് പിന്നെ അടുത്ത പ്ലാൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ കുഞ്ഞു വീഡിയോ എടുക്കൽ. അടുത്ത എന്നെ ഇട്ട് മാക്സിമം ഊക്കാൻ അത്രയും ഊക്കിയിട്ടുണ്ട്. കാരണം യൂട്യൂബ് ചാനൽ എൻ്റെ ആണല്ലോ. അപ്പോൾ മാക്സിമം എന്നെ പറയുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എബിൻ വന്നിട്ടുണ്ട്. എബിൻ അല്ലയിലെ കുറച്ച് ഇൻട്രോവേർട്ടാണ്. അപ്പോൾ അവൻ വീഡിയോ വരുത്തതേ ഇല്ല. അപ്പം ജസ്റ്റ് ഒന്ന് പിടിച്ച് നിർത്തി. പിന്നെ ജാസ്മിനെ നേരത്തെ പോകണമായിരുന്നു. അപ്പോൾ അവളും പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് പോകാമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ബിലാലിൻ്റെ ഒരു വക ഇതുണ്ടായിരുന്നു, സർപ്രൈസ്.
ഞങ്ങളൊക്കെ വന്നതിനെ കുറിച്ച് പറയടാ. നമ്മള് വന്നപ്പോ മുതൽ തന്നെ എല്ലാവർക്കും ഒരു ചെലവ് കൊടുക്കണം, ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് നടക്കാം. നോമ്പോറാണെന്നും ബേക്കിൽ നടന്നത് വീണം. അതെ, നടത്തണം നിനക്ക് മതിയായില്ലടി. എടാ നിന്നെ എടുക്കുക എന്ന് പറഞ്ഞ് നീ തന്നെ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് നിന്ന് തരും. എനിക്ക് അപ്പോൾ എടുക്കാതിരിക്കാൻ പറ്റിയില്ല. ഐ എം സോറി ഇല്ല. അങ്ങനെ അബ്ദുള്ളയുടെ കാര്യമെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇവൻ പിന്നെയും കൊണ്ടുവന്ന് മുന്നിൽ കൊടുത്തു തന്നിട്ടാ. ഏത് ഭാഷയുടായത്? തൊണ്ടക്കുഴി ഇറിവിയെന്നോ ഞാൻ അനുഭവിച്ചോ? ഞാൻ അപ്പോഴേ പറഞ്ഞിപ്പ എൻ്റെ പൊന്നടവേ, ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇവൻ്റെ അടുത്ത് ഇത്ര എനിക്ക് വീഡിയോസ് കിട്ടുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ചുമ്മാ എടുക്കുമ്പോൾ എല്ലാം ഇവൻ എനിക്ക് മുന്നിൽ കൊടുത്ത് തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിച്ച് കഴിഞ്ഞു. പിന്നെ വെളിയിൽ ഇറങ്ങി ജസ്റ്റ് എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ വെച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പാറുവിനെ കണ്ടു. പാറുവിന് ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പം പെട്ടെന്ന് കാണിച്ച്. അവൾക്ക് നേരത്തെ മുടിയൊക്കെ ഉണ്ടാകും കേട്ടോ. പെണ്ണ് ആറ്റിറ്റ്യൂഡ് കാണിച്ച് ബോയ്ക്കട്ടൊക്കെ ചിലപ്പോൾ നടക്കുകയാണ് കൊച്ച്. അപ്പോൾ അവളെ കാണിച്ചു. അവളാണെങ്കിൽ അവളെ നല്ലോണം കാണിക്കണമൊക്കെ പറഞ്ഞ് വീഡിയോ ഒന്ന് ഓടുമായിരുന്നു. പക്ഷേ ഞാൻ എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സമയമില്ലായിരുന്നു, കാരണം പെട്ടെന്ന് തിരിച്ച് ഹോസ്റ്റലിൽ പോകണം. പിന്നെ അവിടെ ഉമ്മ വാങ്ങലായി, ഉമ്മ കൊടുക്കലായി, ആകെ മൊത്തം ഇതായിരുന്നു. അതിനിടയ്ക്ക് പിള്ളേർ കളിയാക്കുന്നുണ്ടായിരുന്നു, ഇവരെന്തായി കാട്ടണേന്ന് ഓർത്തത്. അങ്ങനെ അബ്ദുള്ളയുടെ വലിയൊരു ആഗ്രഹമാണ് സത്യം പറയുന്നത്. അവൻ നോമ്പുതുറയാണെങ്കിലും അവൻ ഞങ്ങൾ വന്ന ഒരു വർഷം പോലും എനിക്ക് തോന്നുന്നു അവൻ പറയണ കാര്യമാണ് എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ വരണം. അപ്പോൾ ഇന്ന് അവൻ്റെ ഒരു വലിയ ആഗ്രഹം നടന്നു. അവന് ഹാപ്പിയായി. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. തിരിച്ച് എന്തായാലും ഞങ്ങൾ പോകുന്നതിന് മുന്നേ വിദ്യച്ചിയുടെ വീട്ടിൽ കയറി കേട്ടോ. വിദ്യച്ചി നമ്മുടെ ഒരു മെയിൻ ആളായിരുന്നു നമ്മുടെ ഓഫീസിലെ. അപ്പോൾ ചേച്ചിക്ക് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചിക്ക് സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ കയറി ചെന്നപ്പോൾ ചേച്ചിക്ക് നല്ല ഹാപ്പിയായി. ആൾ വിചാരിച്ചില്ല ഒട്ടും വീട്ടിലേക്ക് ചെല്ലാം. നമ്മുടെ അവിടെ തമാം റെസ്റ്റോറൻറ്റ് അടുത്ത് തന്നെ ആയിരുന്നു, കുറച്ചും കൊണ്ട് പോയാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ചേച്ചിക്ക് നല്ല ഹാപ്പിയായി. ഫോൺ എൻ്റെ ഇരിക്കുന്നതുകൊണ്ട് ചേച്ചിക്ക് എന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. സാറിനില്ലെങ്കിൽ ഫസ്റ്റ് കാണുമ്പോഴേ ഒരു ഹഗ് ഉള്ളതായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് കഴിച്ചുകൊണ്ടിടയ്ക്ക് ഓടി വന്ന ചേച്ചി. അവൻ പെട്ടെന്നൊന്ന് കെട്ടിപ്പിടിച്ചു. പിന്നെ നമ്മുടെ ചേച്ചിയുടെ കുഞ്ഞാണ് കേട്ടോ, മോനാണ്. അവൻ എന്നെ ഭയങ്കര കാര്യമാണ്. വീഡിയോ കോൾ ചെയ്യുമ്പം വർഷ എന്ന് പറഞ്ഞ് വരും. പക്ഷെ കണ്ടപ്പോൾ ആളങ്ങോട്ട് അടുക്കണില്ല. ഞാൻ ഇടയ്ക്ക് ചേച്ചിയെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അങ്ങനെ തിരിച്ച് അർജുൻ എന്നെ തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടാക്കി. അങ്ങനെ ബൈ പറഞ്ഞു പോയി. അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ദിവസം. ബൈ.